ഹായ് ഫ്രണ്ട്സ്, 1 മില്യൺ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ ഒരു സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയെന്ന് പഠിക്കാം. അപ്പോൾ ഇതാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്ലൗസ് പീസ്. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോയും അതുപോലെ സ്ലീവിൻ്റെ കട്ടിങ് വീഡിയോയും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. എന്നാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ബെൽറ്റ്. ഇതിനെ കട്ടിങ് എന്നും പറയും, ബാൻഡ് എന്നും പറയും. അപ്പോൾ ഇതിന് അടിയിൽ കട്ട് കിട്ടാനായിട്ടുള്ള ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ലൈനിങ് ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് ക്ലോത്ത് എന്ന് പറയുന്നത് ഇതിനെ കവർ ചെയ്യാനായിട്ടുള്ള ക്ലോത്തിനാണ് നമ്മൾ ലൈനിങ് ക്ലോത്ത് എന്ന് പറയുന്നത്. ഇത് നോർമൽ ബ്ലൗസാണ്, ലൈനിങ് ബ്ലൗസ് അല്ല. ഇതാണ് സ്ലീവ്. ഇത് ഫ്രണ്ട് പീസ്, ഇത് ബാക്ക് പീസ്, ഇത് ക്രോസ് പീസ്, ഇത് ബാക്ക് പീസിൻ്റെ വട്ടം മടക്കി തയ്ക്കാനുള്ള പീസ്, അതുപോലെ ഹുക്കും കൈയും വെക്കാനുള്ള പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ. ഫസ്റ്റ് നമ്മൾ ബ്ലൗസ് തയ്ക്കേണ്ടത് ഒന്നുകിൽ ബാക്ക് പീസിൻ്റെ പട്ട മടക്കി തയ്ക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട് പീസ് തയ്ക്കാം. ഫസ്റ്റ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് നമ്മളിന്ന് ബ്ലൗസിൻ്റെ ബാക്ക് പീസിൻ്റെ പട്ട മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മോശം ഭാഗമാണ്. നമ്മൾ മോശം ഭാഗത്തല്ല വെച്ച് കൊടുക്കേണ്ടത്, നല്ല ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക. നല്ല ഭാഗത്തിൻ്റെ മുകളിൽ പട്ട മടക്കി തയ്ക്കാനുള്ള പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പീസിൻ്റെ വീതി ഞാൻ എടുത്തിട്ടുള്ളത് 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ചിന് നമ്മൾ ഇതുപോലെ രണ്ടായി മടക്കി കൊടുക്കാം. അപ്പോൾ 2 ഇഞ്ച് വീതി എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ 2 ഇഞ്ച് വീതി എടുക്കുമ്പം ഈ ഒരു മെത്തേഡിലല്ല ചെയ്യുന്നത്, വേറൊരു മെത്തേഡാണ്. രണ്ടായി മടക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണോ വെട്ടത് അതിൽ കൂടാനും കുറയാനും പാടില്ല. ഞാനിപ്പോൾ ഇവിടെ 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കട്ടിങ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയാണെന്ന്. അപ്പോൾ ഇത് നല്ല ഭാഗമാണ്. ഈ നല്ല ഭാഗത്തിൻ്റെ മുകളിൽ ഈ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഈ അറ്റത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതിലേക്കൂടി ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് ഇത്ര തുണീൻ്റെ ആവശ്യമില്ല, കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. എത്ര ആവശ്യമുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ആക്കി കൊടുക്കുക ഈ പീസിന്. എന്നിട്ട് ഇവിടെ ഇതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇവിടെ വരെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ആക്കിയ ശേഷം ഈ പീസിനെ ഇതുപോലെ അകത്തോട്ട് മറിക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആക്കിയ ശേഷം ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇവിടെ വരെ ഒരു ലോങ് ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് കാണും, അപ്പോൾ ബോറായിരിക്കും കാണാൻ. നമ്മൾ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്, ഹെമ്മൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് വരാനായിട്ട് നമ്മൾ ഈ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതുപോലെ ഈ ഭാഗത്തും ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഹെമ്മൻ ചെയ്യുന്നവർക്ക് ഈസിയാണ്. ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇത്രയും മതി. അതേപോലെ ഇവിടെയും. ഇതിവിടെ സ്റ്റിച്ച് എടുക്കുന്നത് നമ്മൾ ബോഡികൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് ഈ പീസ് ഇങ്ങനെ മടങ്ങി പോവാതിരിക്കാനാണ് ഇതുപോലെ ചെയ്യുന്നത്. അതേപോലെ ഈ ഭാഗത്തൊരു സ്റ്റിച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇവിടെയും അതുപോലെ ഇവിടെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നല്ല ഭാഗം, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഈ ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ആവശ്യമില്ല അത്. അതേപോലെ ഇവിടെയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പീസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ഫ്രണ്ട് പീസിൻ്റെ സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ട് പീസിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് കട്ടിംഗ് ആണ്, അതായത് ബെൽറ്റ്. അപ്പോൾ ഇനി നമുക്ക് ബെൽറ്റ് തയ്ക്കാം. ബെൽറ്റ് തയ്ക്കുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ബ്ലൗസിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള ബെൽറ്റ്. അപ്പോൾ ഇതിൻ്റെ മോശം ഭാഗമാണിത്.
അപ്പോൾ നമ്മൾ ഈ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പം പാൻറ്റിൻ്റെ പീസാണെങ്കിൽ ഒരു പീസ് തുണി മതി. പാനിനേക്കാളും കുറച്ച് കട്ടി കുറവാണെങ്കിൽ 2 പീസ് എടുത്താൽ മതി. ഇപ്പോൾ ലൈനിങ് ക്ലോത്താണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് മസ്റ്റായിട്ട് 3 പീസ് തുണി എടുക്കണം. എന്നാലേ കട്ടിയായിട്ട് വരുള്ളൂ. കട്ടിങ് നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ബ്രസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗമാണ് ഈ ബെൽറ്റ്. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ആ ഒരു കട്ടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഭംഗി കിട്ടില്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെ വെക്കുന്നത് നോക്കാം. ആദ്യം ഇതുപോലെ 3 പീസ് തുണി എടുക്കാം. ലൈനിങ് ക്ലോത്താണിത്. ലൈനിങ് ക്ലോത്ത് ആയതുകൊണ്ടാണ് 3 പീസ് തുണി എടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ കട്ടി കൂടുതലുള്ള തുണിയാണെങ്കിൽ 1 മതി. ലൈനിങ്ങിനേക്കാളും കുറച്ച് കട്ടിയുള്ള തുണിയാണെങ്കിൽ 2 എടുത്താൽ മതി. ലൈനിങ് ആണെങ്കിൽ 3 എടുക്കണം. ഫസ്റ്റ് ഇതുപോലെ 3 പീസ് തുണി വെക്കാം. അതിനുശേഷം നമ്മുടെ കട്ടിങ് എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പം ശ്രദ്ധിക്കണം, ഇത് മോശം ഭാഗമാണ്. മോശം ഭാഗം ഈ ലൈനിങ് പീസിലേക്കാണ് വേണ്ടത്. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് സൈഡിൽ നിൽക്കുന്ന ആ ഭാഗമാണ്, ഇത് ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് കവർ ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മുടെ ബ്ലൗസ് പീസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നതാണിത്. ബ്ലൗസ് പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ തുണി തികയുന്നില്ലെങ്കിൽ വേറെ ക്ലോത്ത് ആയാലും കുഴപ്പമില്ല. ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ഈ ഭാഗത്തു നിന്നാണ് സ്റ്റിച്ച് എടുക്കേണ്ടത്. അതായത് സൈഡ് ഭാഗത്തുനിന്ന് ഇതുപോലെ സ്റ്റിച്ച് എടുക്കാം. ഇതേപോലെ മറ്റേ ഭാഗം വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതേപോലെ മറ്റേ കട്ടിങ് തയ്ക്കാനായിട്ട് ഇതുപോലെ 3 പീസ് ഏറ്റവും അടിയിൽ വെക്കാം. അതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെക്കാം. ഇത് മോശം ഭാഗമാണ്, അത് ശ്രദ്ധിക്കണം. ഇത് മോശം ഭാഗമാണ്. ലൈനിങ് പീസിലേക്കാണ് ഈ മോശം ഭാഗം. ഇതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നേരത്തെ വെച്ച് കൊടുത്തിട്ടുള്ളത് സൈഡ് ഭാഗമാണ്. ഇപ്പോൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ഭാഗമാണ്. ഇത് സൈഡ് ഭാഗം. ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇത് സൈഡ് ഭാഗം, ഇത് ഫ്രണ്ട് ഭാഗം. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ തയ്ച്ച് കഴിഞ്ഞാൽ ഈ കട്ടിങ് രണ്ടും ഒരു ഭാഗത്തേക്ക് തന്നെ ആയിട്ട് വരും. അപ്പോൾ രണ്ടാമത് പൊട്ടിച്ചിട്ടൊക്കെ നേരാക്കി ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കട്ടിങ്ങൊക്കെ കാണാൻ വൃത്തികേടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുക, ഈ പീസ് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ തുടങ്ങുന്നത് സൈഡ് ഭാഗത്തു നിന്നാണ്. ഇതുപോലെയാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് അരേഞ്ചാണ് ഇട്ട് മാർക്കറ്റിൽ. ആ അരേഞ്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ തയ്ക്കാം. ഇവിടെ വരെ തയ്ച്ചെടുക്കാം. ഒരു ഭാഗത്തെ കട്ടിങ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗത്തെ കട്ടിങ് അത് എങ്ങനെ തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇത് സൈഡിൽ നിന്നാണെങ്കിൽ ഇത് തുടങ്ങേണ്ടത് ഫ്രണ്ടിൽ നിന്നാണ്. മനസ്സിലായല്ലോ? ഇത് നേരത്തെ തയ്ച്ച പോലെ അരേഞ്ച് മാത്രമേ തയ്ക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ പീസ് ഇതുപോലെ ആക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പീസിൻ്റെ മുകളിലെ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതായത് നമ്മൾ ഈ തയ്യൽ തുമ്പിൻ്റെ മുകളിലോട്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ തയ്യൽ തുമ്പിൻ്റെ മുകളിലോട്ട്. ഇങ്ങനെയല്ല തയ്ക്കേണ്ടത്, ഇതുപോലെയാണ്. ഇതിൻ്റെ മുകളിലോട്ടാണ് തയ്ക്കേണ്ടത്. ഇതുപോലെ തയ്ക്കാം. അതേപോലെ തന്നെ ഈ പീസും ഇതുപോലെ ആക്കി കൊടുക്കാം. ആക്കി കൊടുത്തിട്ട് നമ്മൾ ഈ നഖത്തിനെ കൊണ്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇവിടുന്നാണ്. ഇതിൻ്റെ മുകളിൽ കൂടിയാണ് ഒരു സ്റ്റിച്ച് കൊടുക്കേണ്ടത്. 2 പീസ് ഒന്ന് തയ്ച്ചെടുക്കാം. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ആക്കാം. ഇങ്ങനെ ആക്കാം. കണ്ടില്ലേ, ഇവിടെ സ്റ്റിച്ച് കാണുന്നില്ല. ഇവിടത്തേക്കാണ് സ്റ്റിച്ച് വന്നിട്ടുള്ളത്, അടിഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ആക്കിയ ശേഷം ഈ 3 ഭാഗം, ഈ ഭാഗം, അതുപോലെ ഈ ഭാഗം, ഈ ഭാഗം, ഈ 3 ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ കൊടുക്കണ്ട. ഫസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കൂടി വന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ഇത് ചുളിവൊന്നും വരാൻ പാടില്ല. ഇതുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതുപോലെ വലിച്ചു പിടിക്കാനും പാടില്ല. വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ വലിഞ്ഞു പോവും. അപ്പോൾ നമ്മളെ കട്ടിങ്ങിൻ്റെ ഭംഗിയൊക്കെ പോവും. കണ്ടില്ല, ഒരു ഭാഗത്തെ കട്ടിങ് തയ്ച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്കിതും തയ്ച്ചെടുക്കാം.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പീസ് അകത്തോട്ടാക്കി കൊടുക്കാം. ഇതുപോലെ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ഈ 3 ഭാഗത്തും ഒന്ന് തയ്ച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, 2 ഭാഗത്തെ കട്ടിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന പോർഷൻ, ഇത് സൈഡിലേക്ക് നിൽക്കുന്ന പോർഷൻ, അതേപോലെ ഇത് ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന പോർഷൻ, ഇത് സൈഡിലേക്ക് നിൽക്കുന്ന പോർഷൻ. 2 ഭാഗത്തെ കട്ടിങ്ങും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങോട് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ട്രാ ഉള്ള പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. 2 കട്ടിങ്ങിൻ്റെയും കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഇത് ഫ്രണ്ടിൽ നിൽക്കുന്ന പോർഷനാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന പോർഷൻ ഇതാണ്. നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കട്ടിങ്. ഇതാണ് അതിൻ്റെ മോശം ഭാഗം, ഇത് നല്ല ഭാഗം. അപ്പോൾ നമ്മളുടെ 2 കട്ടിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടക്ക് തയ്ക്കുന്ന എങ്ങനെ നോക്കാം. ഇതാണ് ഫ്രണ്ട് പീസ്, ഇത് 2 മോശം ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ടക്കൊക്കെ മാർക്കറ്റിലെ കട്ടിങ് വീഡിയോയിലാണ്. അപ്പോൾ കട്ടിങ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെയാണ് മാർക്കറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഫസ്റ്റ് നമുക്ക് മെയിൻ ടക്ക് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഇതുപോലെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിലേക്ക് കൂടി വന്നിട്ട് ഇവിടെ സൂചി കുത്തി നിർത്തിയിട്ട് വീണ്ടും താഴേക്ക് പോവാം. എന്നാലും 2 സ്റ്റിച്ച് വരൂ. ഇവിടെ ഇളക്കിയിട്ട് ഇതുപോലെ വന്നിട്ട് ഇവിടുന്ന് വീണ്ടും താഴ്ന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമൊക്കെ കുഴപ്പമുണ്ടാവില്ല. പിന്നെ വാഷ് ചെയ്ത് കഴിയുമ്പം ഈ നൂല് ഇവിടുന്ന് ഇളകി വരും. അപ്പോൾ പോയിൻ്റൊന്നും കറക്റ്റായിട്ട് വരില്ല. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് വരും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് ഇവിടെ വരെ വന്ന് ഇവിടെ സൂചി കുത്തി നിർത്തി വീണ്ടും താഴേക്ക് പോവാം. ഇവിടെ സൂചി കുത്തി നിർത്തി ഇങ്ങനെ ചെയ്യേണ്ടത്. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ടക്ക് തയ്ക്കുന്നത് എങ്ങനെ നോക്കാം. അത് ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ പിടിക്കാം, ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇനി മൂന്നാമത്തെ ടക്ക് തയ്ക്കുന്നത് എങ്ങനെ നോക്കാം. ഇതേപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഇതുപോലെ പിടിക്കാം, അങ്ങനെ തയ്ക്കാം. ഒരു ഭാഗത്തെ 3 ടക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, യാം ഹോളിൻ്റെ ഭാഗത്തുള്ള ഈ തയ്യൽ തുമ്പ് ഇതുപോലെയാണ് ആക്കി കൊടുക്കേണ്ടത്. ഇങ്ങോട്ടേക്കാണ് ആക്കി കൊടുക്കേണ്ടത്, മുകളിലോട്ടാക്കി കൊടുക്കാൻ പാടില്ല. ഈ ഭാഗത്തേക്കാണ് ഇതുപോലെ ആക്കി കൊടുക്കാം. അതുപോലെ ഈ ഭാഗത്തെ മുകളിലോട്ടാണ് ആക്കി കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ടക്കിൻ്റെ ഇതുപോലെ മുകളിലോട്ടാക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യണ്ടേ. ഇത് ചെയ്യേണ്ടത്, ഇത് ചിലവർ ഇവിടുന്ന് കട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല. ചിലവർ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, അങ്ങനെയാണ് നല്ലത്. പക്ഷേ ഇത് ഒപ്പരം കൂടി ചെയ്യാൻ പാടില്ല. എങ്ങനെ വെച്ചാൽ കട്ടിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതും കൂടി ഉൾപ്പെടുത്താൻ പാടില്ല. നമുക്ക് ഇവിടെ കപ്പ് നല്ല കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇതുപോലെ ചെയ്താൽ മതി, ഇവിടുന്ന് ഇതുപോലെ ചെയ്താൽ മതി. അത് കട്ടിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇനി മറ്റേ ടക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. ഇതുപോലെ പിടിക്കാം, ഇങ്ങനെ ചെയ്യാം. ഒന്നാമത്തെ ടക്ക് തയ്ച്ചു. ഇനി രണ്ടാമത്തെ ടക്ക് ഇതുപോലെ പിടിക്കാം, ഇങ്ങനെ തയ്ക്കാം. മനസ്സിലായല്ലോ അല്ലേ? ഇതുപോലെയാണ് പിടിക്കേണ്ടത്. അല്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെയൊന്നും ആക്കി തയ്ച്ചേക്കല്ല. ഫസ്റ്റ് ഇവിടെ പിടിക്കാം, എന്നിട്ട് ഇവിടെ പിടിക്കാം, എന്നിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം. വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് വരും. അപ്പോൾ തുടക്കക്കാരാണെങ്കിൽ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മറ്റേ പീസിൻ്റെ 3 ടക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ അല്ലേ? എങ്ങനെയാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ? ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്തൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ നോക്കാം. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, വ്യത്യാസമൊന്നും വന്നിട്ടില്ല, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കട്ടിങ് അറ്റാച്ച് ചെയ്യുന്ന എങ്ങനെ നോക്കാം. അതായത് ഇത് കട്ടിങ്ങിൻ്റെ നല്ല ഭാഗമാണ്. ഈ നല്ല ഭാഗത്തിൻ്റെ മുകളിൽ ഈ ബ്ലൗസ് പീസിൻ്റെ നല്ല ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇത് കവർ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം, അത് വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിലേക്കൂടി ഇവിടെ വരെയാണ് സ്റ്റിച്ച് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് അരയിഞ്ചേ വിട്ടിട്ടുള്ളൂ, അരയിഞ്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഉണ്ടല്ലേ? ഇവിടെ എത്തുമ്പോൾ ഈ പീസ് ഇതുപോലെ മടക്കി കൊടുത്താൽ മതി. ഇവിടെ കട്ട് ചെയ്ത് കളയണ്ട, ഞാൻ കട്ട് ചെയ്ത് കളയാറില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതേപോലെ പറഞ്ഞു തരുന്നത്. ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റിച്ച് പോരാ, 2 സ്റ്റിച്ച് കൊടുക്കണം. ഇതുപോലെ ആക്കി കൊടുക്കാം. ഈ സ്റ്റിച്ചിൻ്റെ മുകളിൽ തന്നെ ഇതുപോലെ തയ്ച്ചെടുക്കാം. ഒരു ഭാഗത്തെ കട്ടിങ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക, ഈ തയ്യൽ തുമ്പ് മുകളിലോട്ടാണ് ആക്കി കൊടുക്കേണ്ടത്. ഇതുപോലെ ആക്കിയിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട, ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതേപോലെ തന്നെയാണ് മറ്റവൻ ചെയ്യേണ്ടത്. ഇതേപോലെ ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇതാണ് കട്ടിങ്ങിൻ്റെ നല്ല ഭാഗം. അതിൻ്റെ മുകളിലേക്ക് ഈ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തത് അതുപോലെ തന്നെയാണ് ഇതിനും തയ്യൽ തുമ്പ് എടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ മടക്കി കൊടുക്കാം. കാണുന്നില്ലേ? ഇതുപോലെയാണ് മടക്കേണ്ടത്. ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇതിന് 2 സ്റ്റിച്ച് കൊടുക്കാം. കണ്ടോ, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട്, പിടുത്തമൊന്നുമില്ല. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ? ഇതുപോലെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കട്ടിങ് അറ്റാച്ച് ചെയ്യുമ്പം വലിച്ചു പിടിക്കാൻ പാടില്ല. കട്ടിങ്ങിൻ്റെ ഈ പീസല്ല, ബോഡി പാർട്ടിൻ്റെ ഈ പീസ് വലിച്ചു പിടിക്കാൻ പാടില്ല. ഫിനിഷിങ് കിട്ടില്ല, ചുളി വരും. നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഒന്ന് ഇതുപോലെ നഖത്തിനെ കൊണ്ടാക്കി കൊടുക്കാം. നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ 2 ഭാഗത്തെ ബെൽറ്റും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹുക്കും അയ്യും വെക്കാനുള്ള പടി വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഹുക്ക് വെക്കുന്ന പടിയാണ് വെച്ച് കൊടുക്കുന്നത്. അത് ഈ ഭാഗത്താണ് വെക്കേണ്ടത്. നമ്മളെ വലത് ഭാഗത്ത് നിൽക്കുന്ന വലത് ഭാഗം ഇതാണ്. ഈ ഭാഗത്താണ് വെച്ച് കൊടുക്കേണ്ടത്. അയ്യ വെക്കേണ്ട ഇടത് ഭാഗത്താണ്. ഇവിടെ ഹുക്കിൻ്റെ പടി വെക്കുന്ന എങ്ങനെ നോക്കാം. അപ്പോൾ ഹുക്ക് പടി വെക്കാനായിട്ട് ഞാൻ വീതി എടുത്തിട്ടുള്ള 2.25 ഇഞ്ചാണ്. അതിന് ഡബിളാക്കി മടക്കിയിട്ടാണ് വെക്കുന്നത്. സിംഗിളായിട്ടും വെക്കാം, ഞാൻ ഡബിളായിട്ടാണ് വെക്കുന്നത്. ഡബിളായിട്ട് വെക്കുമ്പോൾ കുറച്ച് കട്ടി കിട്ടുന്നുണ്ട്. എനിക്ക് ഇതാണ് കുറച്ച് നല്ലതായിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് ഡബിളായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നീളം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അത് വെക്കേണ്ടത് ഇതിൻ്റെ നല്ല ഭാഗത്ത് ഈ പീസ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് 1/4 ഇഞ്ചാണ് വിട്ട് കൊടുത്തിട്ടുള്ളത്. ആ 1/4 ഇഞ്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഈ തയ്യൽ തുമ്പ് മുകളിലോട്ട് തന്നെ ആക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഈ തയ്യൽ തുമ്പ് മുകളിലോട്ട് തന്നെ വരണേ. ഇത്ര കാര്യങ്ങളെ ശ്രദ്ധിക്കാനുള്ളൂ ഇതിൽ. ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം.
കണ്ടോ, ഇവിടെ 1/4 ഇഞ്ച് വിട്ട് ഇവിടെ വരെ തയ്ച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ പീസിന് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഈ തയ്യൽ തുമ്പ് ഇവിടെ മുകളിലോട്ട് തന്നെ വന്നിട്ടുണ്ട്, അതുപോലെ ഇവിടെയും മുകളിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ ആക്കിയ ശേഷം ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. മനസ്സിലായല്ലോ, ഇവിടെയാണ് ഈ തയ്യൽ തുമ്പിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ബാക്കി വരുന്ന ഈ പീസ് നമുക്ക് ഇത്ര വേണ്ട, ഇവിടെ കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ ലാസ്റ്റ് കട്ട് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ആക്കി കൊടുക്കാം. ആക്കി കൊടുത്തിട്ട് ഇവിടെ ഇതുപോലെ മടക്കാം. മടക്കിയ ശേഷം ഇത് മുഴുവനായിട്ട് ഇതുപോലെ മടക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ, ഇതാ ഇതുപോലെയാണ് മടക്കിയിട്ട് ഇവിടെ കെട്ടിട്ടിട്ട് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടുന്ന് മുകളിൽ വരെ സ്റ്റിച്ച് എടുക്കാം. ഇങ്ങനെയാണ് സ്റ്റിച്ച് എടുക്കേണ്ടത്. ഇനി ഇവിടുന്ന് ഇതുപോലെ കറക്റ്റാക്കി കൊടുക്കുക. കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം ഇവിടുന്ന് മുകളിൽ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ക്രോസ് കട്ട് ബ്ലൗസാണ്. ഇത് വലിച്ചു പിടിക്കാൻ പാടില്ല, വലിഞ്ഞു പോരും. കണ്ടില്ല, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നല്ല നീറ്റായിട്ടുണ്ട്, ഇവിടെ നല്ല നീറ്റായിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഈ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ഹുക്കിൻ്റെ ഭാഗം തയ്ച്ചിട്ടുണ്ട്, ഇനി അതിൻ്റെ ഭാഗം തയ്ക്കാം. അതെങ്ങനെ നോക്കാം. ഐ വെക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള പീസ് ഡബിളായിട്ട് 2.25 അപ്പോൾ ഫുള്ളായിട്ട് 4 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് ഈ പീസ് അടിയിലോട്ട് വെക്കാം. അടിയിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ വെക്കാം, ഇതുപോലെ വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ 4 ഇഞ്ച് വീതി എടുക്കാൻ പാടുള്ളൂ. 4 ഇഞ്ച് വീതിയിൽ ഇവിടുന്ന് മുകളിൽ വരെ തയ്ക്കാം. മനസ്സിലായല്ലോ. ഏറ്റവും അടിയിൽ ഈ പീസ് വെക്കാം. അതിൻ്റെ മുകളിൽ ബ്ലൗസ് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് 4 ഇഞ്ച് വീതിയിൽ മുകളിൽ വരെ തയ്ക്കാം. കണ്ടില്ല, തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്രസ് അടിപ്പും കൂടി കൊടുക്കാം. ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ മുകളിലേക്കാണ്. ഇങ്ങനെ ചെയ്യാം. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് ഈ തയ്യൽ കാണാത്ത രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ മുകളിൽ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഇവിടെ നമ്മൾ കവർ ചെയ്തെടുക്കണം. ഇത്ര പീസ് വേണ്ട, ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ആക്കി കൊടുക്കാം. ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഇതിന് നേരെ ഇതിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തത് ഈ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ആക്കി കൊടുക്കാം. അകത്തോട്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം. ഇവിടെ ഒന്ന് ഷാർപ്പ് കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആക്കിയ ശേഷം ഇവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിൽ വരെ സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ ഐ വെക്കുന്ന കൈ കൊണ്ടാണ്, അതുകൊണ്ടാണ് ഇവിടുന്ന് മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. ഇവിടെ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ഇതിലേക്ക് കൂടി മുകളിൽ വരെ സ്റ്റിച്ച് കൊടുക്കണം.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ബട്ടൺ പീസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ ഇവിടെയും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഇവിടെയും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലവർക്ക് ഇവിടെ ഒരു പോയിൻ്റ് കൂടുതലായിട്ട് വരാറുണ്ട്. ഒരു പോയിന്റിൽ കൂടുതൽ വരാൻ പാടില്ല. ഒരു പോയിന്റിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഇവിടുത്തെ നിങ്ങൾ തയ്യൽ തുമ്പ് എടുത്തത് ശരിയായില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. സ്റ്റിച്ച് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് ഒന്നുകിൽ കൂടിയിട്ടുണ്ടാവും, ഒന്നുകിൽ കുറഞ്ഞിട്ടുണ്ടാവും. രണ്ട് ഭാഗത്തെ ഈക്വലായിട്ട് വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ഒരു പോയിൻ്റ് കൂടുതലായിട്ട് വരാനുള്ള കാരണം നമ്മൾ ഈ പീസ് വെക്കുന്ന ഈ പീസ് ഇതുപോലെ അകത്തോട്ട് മടക്കി തയ്ക്കുന്നില്ല. ഇത് നമ്മൾ 1/4 ഇഞ്ച് വിട്ട് അകത്തോട്ട് വിട്ട് തയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പോയിൻ്റ് കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെ ഒരു പോയിൻ്റ് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ വരെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ മുകളിൽ വരെ കട്ട് ചെയ്യാൻ പാടില്ല. അപ്പം അളവിൽ വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് ഷോൾഡറും സ്ലീവ് അറ്റാച്ചിങ്ങിൻ്റെ വീഡിയോ പാർട്ട് 2 ആയിട്ട് ഇടാം. ക്രോസ് പീസ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ പാർട്ട് 3 ആയിട്ട് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, അടുത്ത സ്ലീവ് അറ്റാച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.